പിറവിലേക്ക് സ്വാഗതം. ഈ നിമിഷം തന്നെ ആരംഭിക്കുക. ഇതാണ് പ്രവർത്തിക്കാനുള്ള സമയം. ഇതാണ് പടവെട്ടുവാനുള്ള സന്ദർഭം. ഇതാണ് ജീവിത നവീകരണത്തിനുള്ള കാലമെന്ന് നിന്നോട് തന്നെ പറയുക. വിശുദ്ധ കോഡ്ല കൊളംബിയർ പറഞ്ഞ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിറവാരംഭിക്കാം. ജിക്കി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം സർവവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. അലിവോടെ നാഥ സ്വീകരിക്കൂ. തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. കൃപമാരി ചൊരിയൂ അലിവോടെ നീ. ഉയർത്താതെ നിൽക്കും മനതാരിലും കൃപമാരി ചൊരിയൂ അലിവോടെ നീ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി.
വ്യക്തിക്കും അർഹമായ സ്ഥാനം ലഭിക്കുന്നതിനെക്കുറിച്ചാണ് ഫാദർ സിറിയക്കോട്ടയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. വിവിധ തരത്തിലുള്ള പാക്കിംഗ് ബോക്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിവിധ സാധനങ്ങൾ നിറഞ്ഞതായിരിക്കും ആ ബോക്സുകൾ. അത്തരത്തിലുള്ള ബോക്സുകളിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ മേശപ്പുറത്ത് വെക്കുന്ന പെൻ ബോക്സുകളുണ്ട്. ഈ പെൻ ബോക്സിൽ പേനകൾ മാത്രമല്ല, പെൻസിലുണ്ടാവും, റബ്ബറുണ്ടാവും, പേപ്പർ കണ്ടിക്കാനുള്ള കത്തി ഉണ്ടാവും, പല സാധനങ്ങൾ അതിനകത്തുണ്ടാവും. ഈ പാക്കിംഗ് ബോക്സിലാവാം, അല്ലെങ്കിൽ ഈ പെൻ ബോക്സിലാവാം. ഓരോ സാധനത്തിനും അതിൻ്റേതായ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഇടമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ അനുദിനം നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പോകുന്നത്. നമ്മുടെ വീട്ടിൽ, അതും പ്രത്യേകിച്ച് അടുക്കളയിൽ, ഓരോ സാധനത്തിനും അത് വെച്ചിരിക്കുന്ന ഓരോ ടിന്നിനും സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്, ഒരു ഇടമുണ്ട്. സാധാരണ അടുക്കളയിൽ പാചകം ചെയ്യുന്ന അമ്മമാർക്ക് ഈ ഓരോ ടിന്നും ഓരോ സാധനവും ഇരിക്കുന്ന സ്ഥലം കൃത്യമായിട്ടറിയാം. അടുക്കളയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത കുടുംബനാഥനോ മകനോ മകളോ ഒക്കെ അമ്മയില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ആകെ അസ്വസ്ഥതയായിരിക്കും. കാരണം ഓരോന്നും ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ആളിന് ഇത് ഓരോന്നും കൃത്യമായിട്ട് എവിടെയായിരിക്കുന്നതെന്നറിയാം. ഇതുപോലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഓരോ വ്യക്തിക്കും അനന്യമായ ഒരു സ്ഥാനമുണ്ട്. ഓരോ വ്യക്തിക്കും അനന്യമായ ഒരു സ്ഥാനമുണ്ട്. ആ വ്യക്തിയുടെ പ്രാധാന്യത്തിനനുസരിച്ച് ഒരു സ്ഥാനമുണ്ട്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബനാഥൻ്റെ സ്ഥാനമല്ല കുടുംബനാഥയ്ക്കുള്ളത്. കുടുംബനാഥയുടെയും കുടുംബനാഥൻ്റെയും സ്ഥാനമല്ല അവരിരുവരുടെയും മാതാപിതാക്കൾക്കുള്ളത്. ആ സ്ഥാനമല്ല മക്കൾക്കുള്ളത്. മക്കളുടെ സ്ഥാനത്തിലും ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. മൂത്ത മോന് ഉള്ള സ്ഥാനമല്ല ഇളയ മോനുള്ളത്. മൂത്ത മോൾക്കുള്ള സ്ഥാനമല്ല രണ്ടാമത്തെ മോക്കുള്ളത്. ഇങ്ങനെ ഓരോരുത്തരുടെയും സ്ഥാനത്തിൽ വ്യത്യാസമുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ആ സ്ഥാനത്തിനനുസരിച്ച് ഉത്തരവാദിത്വം കൂടിയുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഒരു വീട്ടിലെ കുടുംബനാഥൻ്റെ ഉത്തരവാദിത്വമല്ല കുടുംബനാഥയ്ക്കുള്ളത്. അവരിരുവരുടെയും ഉത്തരവാദിത്വമല്ല മക്കൾക്കുള്ളത്. കുടുംബത്തിലെ മൂത്ത മകനുള്ള ഉത്തരവാദിത്വമല്ല ഇളയവനുള്ളത്. ഓരോരുത്തരുടെയും സ്ഥാനത്തിനനുസരിച്ച് അവർക്ക് ഉള്ള ഉത്തരവാദിത്വങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഞാനിത് പറയുന്നത്, നമ്മൾ കുടുംബജീവിതത്തിൽ ആരോഗ്യകരമായി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അർഹമായ സ്ഥാനം ഓരോ വ്യക്തിക്കും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അംഗീകാരവും ആദരവും കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് കുടുംബങ്ങളിൽ ഏറെയും കാണുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയും ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ആളിന് കിട്ടുന്ന അംഗീകാരവും ആദരവും കുറയാൻ ഇടയാവുന്നു, അല്ലെങ്കിൽ ഇല്ലാതാവാൻ കാരണമാകുന്നു. നമുക്കെല്ലാവർക്കും നാം ആയിരിക്കുന്ന കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനായിരിക്കുന്ന കുടുംബത്തിൽ നിന്ന് എന്നെ പുച്ഛിച്ച് പുറന്തള്ളുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്നിടത്ത്
ഞാനായിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരുന്ന അവസ്ഥ. ഈ ഒരു കാര്യം പ്രശ്നമായി തീരുന്നത് പലപ്പോഴും കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ വരുമ്പോഴാണ്. ഉദാഹരണത്തിന് മകൻ കെട്ടി, അല്ലെങ്കിൽ മകളെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ മരുമകനും കൂടെ വരുന്നു. അവിടെ പുതിയ അംഗങ്ങൾ രംഗപ്രവേശം ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴും നേരത്തെ ഓരോരുത്തരുമായിരിക്കുന്ന അവസ്ഥയിൽ അവരെ അംഗീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഈ കുടുംബത്തിലെ അമ്മ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് മരുമകളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മരുമകൾക്ക് വേറൊരു സ്ഥാനമാണ് ഉള്ളത്. ചിലപ്പോഴൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആ മക്കൾ ചോദിക്കാറുണ്ട്, ഞാൻ ആദ്യം കണ്ടത് എൻ്റെ അമ്മയല്ലേ, ഇവളേക്കാൾ എനിക്ക് വലുത് അമ്മയല്ലേ. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അമ്മ എപ്പോഴും അമ്മയാണ്. അമ്മയുടെ സ്ഥാനം എപ്പോഴും അമ്മയ്ക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അധികാരവും അവകാശവും ഉത്തരവാദിത്വവും എല്ലാം അമ്മയ്ക്കുണ്ട്. പക്ഷേ അമ്മയുടെ സ്ഥാനത്തേക്ക് ഭാര്യയെ കയറ്റിയിരുത്തേണ്ട ആവശ്യമില്ല. പുതിയ ഒരു അംഗം വരുമ്പോൾ തുല്യമായ അല്ലെങ്കിൽ അർഹമായ ഒരു സ്ഥാനം ആ ആളിന് കൊടുക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ സ്ഥാപിതമായ കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ വരുമ്പോൾ ആ ആളുകളെ കൂട്ടിച്ചേർക്കാൻ മടിക്കുന്നുണ്ട്. ആ ആളിന് പുതുതായിട്ട് നമുക്കൊരു കസേരയിട്ട് കൊടുക്കാൻ പറ്റണം. പ്രധാനപ്പെട്ടതാണ്. അർഹമായ ഒരു സ്ഥാനം കൊടുക്കാനായി സാധിക്കണം. അപ്പോൾ കുടുംബത്തിൽ ഓരോ വ്യക്തിക്കും അർഹമായ അംഗീകാരം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓരോ വ്യക്തിക്കും മറ്റൊരാളെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ അർഹമായ സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത്. ഞാൻ വ്യക്തമാക്കാം. കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം കുടുംബനാഥയോട് തൻ്റെ ഭാര്യയോടുള്ള ബന്ധം മറ്റൊരാളോടും ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബനാഥയ്ക്ക് അർഹമായ ഒരു സ്ഥാനം കുടുംബനാഥൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത് പ്രകടമാക്കേണ്ടതുമാണ്. ചിലയിടങ്ങളിലൊക്കെ ഭാര്യാഭർത്തൃബന്ധത്തിൽ പ്രശ്നം വരുന്നത് ഈ അർഹമായ സ്ഥാനം കൊടുക്കാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ അർഹമായ സ്ഥാനം മറ്റൊരാൾ തട്ടിയെടുക്കുമ്പോഴാണ്. ചിലപ്പോൾ ഈ മകൻ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന മരുമകൾ ഈ അമ്മയുടെ ശത്രുവായി മാറുന്ന അവസ്ഥയുണ്ട്. ചിലപ്പോൾ അതിന് കാരണം പറയും, എന്താ ഇത്രയും നാളും എൻ്റെ ഭർത്താവിന് ഞാൻ പ്രിയപ്പെട്ട ആളായിരുന്നു, പക്ഷേ പുതിയൊരു മരുമകൾ വന്നപ്പോൾ എന്നെ വേണ്ട, മറ്റേത് ഞാൻ ചായ കൊടുത്താലേ പറ്റത്തുള്ളായിരുന്നു, പക്ഷേ ഇപ്പം അവളാണ് കൊടുക്കുന്നത്, അവൾ വെക്കുന്നതിനെ രുചിയുള്ളൂ. അവിടെ യഥാർത്ഥത്തിൽ ഭർത്താവ് പരാജിതനാവുകയാണ്. ഭാര്യയെന്നും ഭാര്യയാണ്, ഭാര്യയ്ക്കുള്ള സ്ഥാനം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഉള്ളിൽ എൻ്റെ ഭാര്യയ്ക്കുള്ള ഒരു സ്ഥാനം അത് മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അത് ഭാര്യ ആഗ്രഹിക്കുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റെല്ലാ ബന്ധങ്ങളും. ഭർത്താവിനെ വലുതായി കാണുന്ന ഒരു ഭാര്യ ആ ഭർത്താവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പറ്റില്ല. തൻ്റെ ഉള്ളിൽ, തൻ്റെ മനസ്സിൽ ഭർത്താവിനൊരു സ്ഥാനമുണ്ട്. കുടുംബത്തിലെ ഓരോ അംഗത്തിനും അങ്ങനെ ഒരു അനുഭവം പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കുടുംബ സന്ദർഭം വിവരിക്കാം. കുടുംബനാഥൻ അവിടെ ഇല്ലാത്ത ഒരു അവസരമാണെന്ന് വിചാരിക്കുക. കുടുംബനാഥയും മക്കൾ 3 പേരും, കുടുംബനാഥൻ്റെ ജീവിച്ചിരിക്കുന്ന അമ്മ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർ തമ്മിലുള്ളൊരു സംഭാഷണമാണ്. ഇവിടുത്തെ ഇളയ കുട്ടിയാണ് സംസാരിക്കാൻ തുടങ്ങിയത്, ചെറുക്കനാ. അവൻ പറയുക, ഇവിടെ എല്ലാവരേക്കാളും പ്രധാനപ്പെട്ടതും പപ്പ സ്നേഹിക്കുന്നതുമായ വ്യക്തി ഞാനാ. അപ്പം അമ്മയും വല്യമ്മയും ഈ ചെറുക്കൻ്റെ പെങ്ങളും മൂത്ത ചേട്ടനും ഒക്കെ ചോദിച്ചു, അതിനോടാ അങ്ങനെ? പപ്പ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം പപ്പ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് പപ്പായ്ക്ക് എന്നോടാണ് ഇഷ്ടം. പപ്പ പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തരുന്നത് എനിക്കാ. അപ്പോൾ പെങ്കൊച്ചു പറഞ്ഞു, ഞാനിവിടുത്തെ ഏക പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് പപ്പായ്ക്ക് എന്നോടാ സ്നേഹം. നിനക്കല്ലല്ലോ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരുന്നത്, എനിക്കല്ലേ കൂടുതൽ വാങ്ങിച്ചു തരുന്നത്. പുറത്തൊക്കെ യാത്രയ്ക്ക് പപ്പ എന്നെ എന്തുമാത്രം കൊണ്ടുപോയിട്ടുണ്ടെന്ന് നിനക്കറിയാവോ?
അപ്പോൾ ഇത് കേട്ടിട്ട് മൂത്ത ചെറുക്കൻ പറയുക, ഇവിടുത്തെ പല കാര്യങ്ങളിലുമൊക്കെ എന്നെ പങ്കാളിയാക്കുന്നുണ്ട് പാപ്പ, നിങ്ങളെയൊന്നും അങ്ങനെ കൊണ്ടുപോകുന്നില്ലല്ലോ. ഈ വീട്ടിൻ്റെ പല കാര്യങ്ങളും നടത്തുമ്പോൾ എന്നോട് പപ്പ ആലോചിക്കാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്, എന്നെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ ചെറുക്കൻ പറയുക, നിങ്ങളോടൊന്നുമല്ല, എന്നോടാ പാപ്പായ്ക്ക് വലിയ ഇഷ്ടം. ഇതെല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ഇവരുടെ മമ്മി എന്നാ പറയുന്നത്, നിങ്ങളെയൊക്കെ കാണുന്നതിന് മുമ്പ് എന്നെയല്ലേ പാപ്പ കണ്ട്, പാപ്പായ്ക്ക് കൂടുതൽ സ്നേഹം എന്നോടാ കരുതലുള്ളത്. പാപ്പയുടെ ഹൃദയത്തിൽ എനിക്കുള്ള സ്ഥാനം കഴിഞ്ഞേ നിങ്ങൾക്കുള്ളൂ. അപ്പം പിള്ളേരെല്ലാം കൂടെ ചിരിക്കുക. ഇതിനിടയ്ക്ക് മുത്തശ്ശി കടന്നു വന്നു. മുത്തശ്ശി പറഞ്ഞു, നിങ്ങളെയൊക്കെ കാണുന്നതിന് മുമ്പ് അവൻ എന്നെയല്ലേ കണ്ടത്, എനിക്ക് വേണ്ടുന്ന ഏത് കാര്യത്തെ സംബന്ധിച്ചും അവന് ശ്രദ്ധയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് വേണ്ടുന്ന മരുന്ന്, എനിക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ ഒക്കെ അവൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാനൊന്ന് ചുമച്ചാൽ, എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായാൽ പെട്ടെന്ന് അവൻ തിരിച്ചറിയും. മരുമകളായ നിന്നോടോ കൊച്ചുമക്കളായ നിങ്ങളോടോ ഒന്നും അല്ല അവന് സ്നേഹം, എന്നോടാ സ്നേഹം. നോക്കിയാൽ ഇവിടെ ഒരു മത്സരം നടക്കുക. ഓരോരുത്തരും പറയുകയാണ്, ഈ കുടുംബത്തിലെ കുടുംബനാഥന് പപ്പായ്ക്ക് തങ്ങളോടാണ് സ്നേഹമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇത് നാം ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെ മനസ്സിലും മറ്റൊരാൾക്ക് ഒരിടമുണ്ടാവണം, പ്രാധാന്യമുണ്ടാവണം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ആ വ്യക്തിയോടാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് കരുതലെന്ന് തോന്നുമാറ് ഓരോ വ്യക്തിയോടും സ്നേഹം കാണിക്കാൻ, അർഹമായ ബഹുമാനം കാണിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ കുടുംബനാഥയ്ക്ക് തോന്നണം, ഞാൻ ഭാര്യ ആയതുകൊണ്ട് മറ്റെല്ലാവരോടും ഉള്ളതിനേക്കാൾ ഒരു പടി മുമ്പിൽ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ട്, കരുതലുണ്ട്. അത് ആ സ്ത്രീക്ക് അനുഭവിക്കാൻ തക്കവിധം ഒരു കരുതൽ കൊടുക്കാൻ ഈ ഭർത്താവിന് കഴിഞ്ഞാൽ അവിടെയാണ് വിജയം ഉണ്ടാവുന്നത്. അങ്ങനെ മൂത്ത മകനും രണ്ടാമത്തെ മകനും മകൾക്കുമൊക്കെ തോന്നുമാറ് അനുഭവം പങ്കുവയ്ക്കാൻ സാധിച്ചാൽ അവിടെ ആ കുടുംബനാഥൻ ആ കുടുംബത്തെ വിജയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അത്തരത്തിൽ തൻ്റെ അമ്മ അവിടെ ഉണ്ട്. അമ്മയ്ക്ക് തോന്നണം, അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റണം, എൻ്റെ മകൻ്റെ ഹൃദയത്തിൽ എനിക്ക് അർഹമായൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനം മറ്റൊരാൾക്ക് അവൻ കൊടുക്കുന്നില്ല എന്നുള്ളൊരു അനുഭവം ആ അമ്മയ്ക്കും ഉണ്ടാകുമ്പോൾ തീർച്ചയായും ആ കുടുംബം വിജയത്തിലേക്ക് എത്തുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഓർക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഓരോ അംഗത്തിനും ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിനനുസരിച്ച് അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്, ആ സ്ഥാനത്തിനനുസരിച്ച് കരുതൽ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ വ്യക്തിയുടെയും മനസ്സുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് കൊടുക്കേണ്ടുന്ന അംഗീകാരം, കരുതൽ കൊടുക്കാനിടയായാൽ അവിടെ പരാതികളുണ്ടാവില്ല. പരാതിയും പരിഭവവും വരുന്നത് അർഹമായ സ്ഥാനത്ത് നിന്ന് തള്ളിയിടുമ്പോഴാണ്. അർഹമായ സ്ഥാനം, അതിനോടനുബന്ധിച്ചുള്ള അംഗീകാരം, ആദരവ് കൊടുക്കാതെ വരുമ്പോഴാണ്. അതുകൊണ്ട് ഈ പരസ്പരമുള്ള കരുതൽ, ആദരവ് നമുക്ക് കുടുംബജീവിതത്തിന് പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അത് വലിയ സന്തോഷത്തിന് കാരണമായി തീരുമെന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ സമാധാനം നമ്മെ നയിക്കട്ടെ. മൃദുവായി നീ തൊടുകിൽ എന്ന ഗാനവുമായി അനു ഷാജിയാണ് അടുത്തതായി നിറവിൽ നമ്മോടൊപ്പം ചേരുന്നത്.
വിശുദ്ധ കോഡ്ല കൊളംബിയർ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ നിമിഷം തന്നെ ആരംഭിക്കുക. ഇതാണ് പ്രവർത്തിക്കാനുള്ള സമയം. ഇതാണ് പടവെട്ടുവാനുള്ള സന്ദർഭം. ഇതാണ് ജീവിത നവീകരണത്തിനുള്ള കാലമെന്ന് നിന്നോട് തന്നെ പറയുക. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും